നമസ്കാരം. ADGP അൻവർ പോര ശക്തമായി ഒടുക്കം അതിന്റെ ഗതി തന്നെ മാറി മറിയുന്ന സാഹചര്യമാണ്. ADGP അൻവർ പോര് എന്ന വിവാദ പേര് പോലും മാറി അൻവർ മുഖ്യൻ പോര് എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നതാണ് ഇപ്പോൾ ഓരോ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. പാർട്ടി നിർദ്ദേശങ്ങളെ മറികടന്ന് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇനി വേണ്ട എന്ന കർശന നിർദ്ദേശം പാർട്ടി നൽകിയിട്ട് പോലും അതിനെയെല്ലാം മറികടന്ന് PV അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന CPM-നെ പ്രതിരോധത്തിലാക്കിയതോടെ അൻവറെ പാടെ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ തകിടം പറഞ്ഞു. അത് മാത്രവുമല്ല, അൻവർ കൊളുത്തിവിട്ട തീ ആളിക്കത്തുന്നതിനിടെ മുഖ്യനെതിരെ രൂക്ഷ വിമർശനവുമായി പലരും രംഗത്ത് വരികയാണ്. ആ കൂട്ടത്തിൽ പ്രധാനിയായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്, പോരാളി ഷാജി. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് പോരാളി ഷാജി. CPM സൈബർ സംഘമായിട്ടുള്ള പോരാളി ഷാജിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. നേതാക്കളല്ല പാർട്ടി, അണികൾ എതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവില ആയിരിക്കുമെന്നാണ് സൈബർ പോരാളിയായിട്ടുള്ള പോരാളി ഷാജി തുറന്നടിച്ചിരിക്കുന്നത്. തെറ്റുകൾ തിരുത്താനുള്ളതാണെന്നും മസിൽ പിടിച്ചു നിന്നത് കൊണ്ടായില്ല എന്നും പോരാളി ഷാജി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഒരു വടകര പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊക്കെ കമന്റ് ബോക്സിലും പോരാളി ഷാജി കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് പൂർണ്ണമായും വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൽ വരുന്നത്. അതായത്, ബംഗാളിൽ 220 MLA-മാരും 32 MP-മാരും ഉണ്ടായിരുന്നു CPM-ന്. ത്രിപുരയിൽ 50-ലധികം MLA-മാരും 2 MP-മാരും. ആ നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോഴും CPM തന്നെയാണ്. എന്നിട്ടും എങ്ങനെ 48% വോട്ടിൽ നിന്നും 6%-ലേക്ക് കൂപ്പുകുത്തി? നേതാക്കളല്ല പാർട്ടി, അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവിലയാണ്. തെറ്റുകൾ തിരുത്താനുള്ളതാണ്, മസിൽ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. കമന്റ് ബോക്സിൽ ഒരു വടകര പോയിട്ട് ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല എന്നും അതല്ലേ കേരളം എന്നും ഒക്കെയാണ് പോരാളി ഷാജി കുറിച്ചിരിക്കുന്നത്. എന്തായാലും PV അൻവറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ഏറിലാക്കിക്കൊണ്ട് സഖാക്കന്മാർ പല വിധത്തിൽ രംഗത്തെത്തുന്നുണ്ട് എന്നതൊക്കെ ഇതിൽ നിന്ന് വ്യക്തം. അത് മാത്രവുമല്ല, PV അൻവർ ആരോപണം രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിക്കുന്ന വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ PV അൻവർ MLA-യുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഒന്നും നൽകാതെ PV അൻവറെ തള്ളിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും രംഗത്തെത്തിയിട്ടുമുണ്ട്. MLA എന്ന നിലയ്ക്ക് പരാതികൾ പറഞ്ഞതിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അതിൽ തൃപ്തനല്ലെന്ന് അൻവർ ഇന്നലെ പറഞ്ഞു എന്നും അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുമെന്നും എന്നാൽ ഇപ്പോഴല്ലെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് ഈ വിഷയത്തിൽ സംസാരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നും പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമെതിരെയാണ് PV അൻവർ ഓരോ കാര്യങ്ങൾ പറയുന്നതെന്നും മാത്രമല്ല LDF-ന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് PV അൻവർ ഉന്നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്ദേശം വ്യക്തമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് CPM-നെ തളർത്താൻ വേണ്ടിയാണ് PV അൻവർ നടത്തുന്ന ഈ ആരോപണങ്ങൾ എന്നൊക്കെ പറയാതെ പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തായാലും PV അൻവർ വിഷയം ആളിക്കത്തുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചൂടുള്ള ചർച്ചയായി ഇത് മാറുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് PV അൻവറിന്റെ ഓരോ ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നത്.